ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പതിവ് പോലെ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചെന്ന് വെച്ചാൽ നല്ല മഴക്കാറ് മൂടി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ രാവിലെയൊക്കെ നല്ല വെയിലായിരുന്നു നമ്മുടെ ഈ നാട്ടിലേക്കൊക്കെ, പിന്നെ ഉച്ചശേഷം നല്ല മഴയായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ കോഴികളൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് മുരിങ്ങേൻ്റെ ഇലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പൊ കർക്കിടക മാസം ആയതുകൊണ്ട് നമുക്കൊന്നും ഇലകളൊന്നും കഴിക്കാൻ പറ്റില്ല. ഇലകളെന്നല്ല, മുരിങ്ങയുടെ ഇല കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ചെടിയിലൊക്കെ നന്നായിട്ട് തെയ്ത്ത് വന്നിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ കണ്ടില്ലേ, ഒരുപാടുണ്ട് കേട്ടോ. അപ്പൊ ഇവരിങ്ങനെ തന്നെ വെച്ചു കൊടുത്താൽ കഴിക്കില്ല. ഞാൻ ഇതുവരെ വെച്ച് കൊടുത്തിട്ടുമില്ല. അപ്പൊ കഴിക്കില്ല. നമ്മൾ നാടൻ കോഴികൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇലകൾ കഴിക്കാൻ ഒരു മടിയായിരിക്കും. അപ്പൊ ഒരു പരീക്ഷണത്തിനൊന്നും ഞാൻ നിന്നില്ല. അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മുടെ കോഴികളൊക്കെ വലിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ കുറച്ച് തീറ്റയിൽ ഇപ്പൊ കുറെ ആയി മുരിങ്ങേൻ്റെ ഇല കൊടുത്തിട്ട് വെച്ചാൽ ഇവിടെ കുറച്ചുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടാവശ്യങ്ങൾക്ക് എടുക്കുന്നതുകൊണ്ട് ഒരുപാടൊന്നുണ്ടല്ലോ. പിന്നെയുള്ള വലിയ മരം കേട്ടോ. അപ്പൊ മരത്തിന്റെ മേലൊന്നും പറിക്കാനാവില്ല. അപ്പൊ നമ്മൾ കറി വെക്കാൻ തന്നെ വീട്ടാവശ്യങ്ങൾക്ക് തന്നെ ഞാനിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഒടിച്ചൊടിച്ച് എടുക്കാട്ടോ ചെയ്യുന്നത്. അപ്പൊ അതിലുണ്ടാവുന്നത് നമ്മൾ കറി വെക്കാനോ ഉപ്പേരിക്കൊക്കെ എന്തിനെങ്കിലുമൊക്കെ എടുക്കും. അപ്പൊ ഇപ്രാവശ്യം പിന്നെ കർക്കിടക മാസം ആയതുകൊണ്ട് ഇലയൊക്കെ കുറച്ച് അങ്ങനെ തളർത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കുറച്ച് ഇലയൊക്കെ പറിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ കുറച്ച് ഇതൊന്ന് മിക്സിയിലൊന്ന് അരച്ചിട്ട് നമ്മുടെ തവിടിലുണ്ട് കുറച്ച്, അപ്പൊ തവിടിലൊക്കെ ചേർത്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ ഇവരിങ്ങനെ വലിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കല്ലേ. അപ്പൊ പുറത്തുനിന്ന് ഒരു തീറ്റയൊന്നും കിട്ടുന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇന്ന് കുറച്ച് മുരിങ്ങേൻ്റെ ഇല കൊടുക്കാന്ന് വിചാരിച്ച്. പിന്നെ നമ്മളുടെ കോഴിക്കുഞ്ഞുങ്ങൾ ഒരു 3 വിരിഞ്ഞിറങ്ങിയിട്ട് ഞാൻ കാണിച്ചപ്പോൾ എല്ലാം കൂടി പറയുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷനായി. അപ്പൊ എന്തായാലും വേണ്ടി നമ്മൾ അടവെച്ച ആ ഒരു കോഴിമുട്ടയിൽ 3 കോഴിമുട്ടയും കൂടി എക്സ്ട്രാ ഉണ്ടായിരുന്നു. അപ്പൊ അതും കൂടി അതിൽ 3 കോഴിക്കുഞ്ഞ് വിരിഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതും കൂടി നമ്മൾ ആ ഒരു കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിലേക്ക് 12 കോഴിക്കുഞ്ഞുങ്ങളെ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇപ്പൊ മൊത്തം 15 കോഴിക്കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ 2 കോഴിനെയും കൂടി 17 കോഴിമുട്ട വെച്ച് കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പൊ അതിൽ കുറച്ച് കോഴിമുട്ട കേടൊക്കെ വന്നു. പിന്നെ അതൊക്കെ ഞാൻ എടുത്ത് ഒഴിവാക്കി. കാൻഡിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ കുറച്ച് കോഴിമുട്ട ഞാൻ അങ്ങനെ എടുത്ത് ഒഴിവാക്കി, ഒരു 5 എണ്ണം കേട്ടോ. ബാക്കി 12 ഉണ്ട്. അപ്പൊ കുറെ എണ്ണം വെക്കുന്നതുകൊണ്ട് ആകെ കൺഫ്യൂഷൻ ആട്ടോ. അതുകൊണ്ടാട്ടോ അങ്ങനെ ഒരു തപ്പിക്കളി. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇന്നലെ ഒരു വീഡിയോ എടുത്ത് പകുതിക്ക് വെച്ച് നിർത്തി. പിന്നെ മഴയും കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് തിരക്കുമായി. നമ്മുടെ കൂടും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂടും പരിസരമൊക്കെ. അപ്പൊ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റൂ. പിന്നെ തുടക്കക്കാരൊക്കെ ആകുമ്പോൾ കോഴി വളർത്താൻ തുടങ്ങിയിട്ടില്ലാത്തവരൊക്കെ ഒരു 10 കോഴിനെങ്കിലും വാങ്ങി വളർത്തി നോക്കാം. നമുക്ക് ചെറിയൊരു വരുമാനം അതിൽ നിന്ന് ലഭിക്കും. പിന്നെ കോഴിനെ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് കോഴിനെ ഒഴിവാക്കാൻ തോന്നില്ല കേട്ടോ. പിന്നെ അത് വേറൊരു കാര്യമുണ്ട്. കോഴിനെ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് കോഴിനെ പിന്നെ ഒഴിവാക്കാൻ തോന്നില്ല. അപ്പൊ എന്തായാലും നമ്മളെ കുറച്ച് കൂട്ടുകാരൊക്കെ നമ്മുടെ വീഡിയോസ് ഒന്നും കാണുന്നില്ല എന്ന് തോന്നുന്നുണ്ട്, തിരക്കിലായിരിക്കും എന്ന് വിചാരിക്കുന്നത്. എപ്പോഴും ഇതുപോലെ ഉണ്ടാവില്ലല്ലോ അല്ലേ. അപ്പൊ എന്തായാലും കമന്റ്സിലൊന്നും കാണാഞ്ഞത് കൊണ്ടാട്ടോ ചോദിച്ചത്. പിന്നെ എല്ലാവരും സമയം കിട്ടുമ്പോൾ കമന്റ് ബോക്സിലൊക്കെ ആയിട്ട് വരിക, ഒരു ഹായ് ഒക്കെ ഇട്ട് വരിക കേട്ടോ. അപ്പോൾ കുറച്ച് പേരെങ്കിലും ഉണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ എന്തായാലും അവരെ ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഒരു വീഡിയോസ് ഇടുകയാണെങ്കിൽ നമ്മൾ അവരെ പ്രതീക്ഷിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അവരെ കാണാത്തത് കൊണ്ടാട്ടോ ഞാൻ ചോദിച്ചത്. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ കോഴികൾ ഉണ്ടായിരുന്നു കേട്ടോ വലിൻ്റെ അടുത്ത്. അപ്പൊ അവർക്ക് വെറുതെ ഇങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ അതാ കൊത്തി കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ 2 കോഴികൾ നമ്മളെ ഗിരിരാജന്റെ കോഴികളാട്ടോ. നമ്മളിത് പുറത്തുനിന്ന് കുറച്ച് കോഴിക്കുഞ്ഞിനെ വാങ്ങിയായിരുന്നതിന് മുമ്പ്. അപ്പൊ ഇവര് രണ്ടാളും പൂവനാ തോന്നുന്നുണ്ട്. ഇവരെ ഒരു തുണക്കാരാട്ടോ ഇതിന്റെ മുമ്പ് ചത്തുപോയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 3-4 ദിവസം മുമ്പ് ചത്തുപോയെന്ന് പറഞ്ഞത്. പിന്നെ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇതാക്കുന്ന പുറത്തേക്ക് തുറന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ തള്ളക്കോയിൻ്റെ ഒപ്പം തന്നെയായിട്ടുള്ളത്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി കഴിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഉഷാറൊക്കെ ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എപ്പോഴെങ്കിലൊക്കെ പുറത്തേക്കൊക്കെ ഇറക്കി വിടുന്നത് നല്ലതാണല്ലോ. പിന്നെ ഈ ഒരു കൂടിന്റെ ഏകദേശം ഈ ഒരു ഏരിയ നനയാത്തതുകൊണ്ട് തന്നെ അവർക്ക് മണ്ണിലൊക്കെ കളിക്കാനും ചെനക്കി കളിക്കാനൊക്കെ നല്ലൊരു ഇതാട്ടോ ഇവിടെ. പിന്നെ മഴ പെയ്ത കുറച്ചൊരു ചീച്ചിലുണ്ടാവുന്നേ ഉള്ളൂ. പിന്നെ എന്തായാലും ഒരു മഴൻ്റെ ഒരു പാറലൊക്കെ അടിക്കുമ്പോൾ എന്തായാലും ഒരു ചീച്ചിലായിരിക്കും.
പിന്നെ ഇന്ന് രാവിലെ ഞാൻ നമ്മുടെ ആ ഒരു കോഴിക്കുഞ്ഞുങ്ങളെ കൂടാട്ടോ ഈ ഒരു കൂട്. അപ്പോൾ അവരെ തുറന്ന് വിട്ടതിന് ശേഷം നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് മാറ്റിയതാട്ടോ, ഈ ഒരു കൂടിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ആദ്യം ഈ ഒരു കൂട്ടിലായിരുന്നു കേട്ടോ. ഇതിൽ അങ്ങനെ ഒരു കാറ്റും വെളിച്ചൊന്നും കിടക്കാനുള്ള ഒരു സൗകര്യമില്ല. പിന്നെ കുറച്ചേ ഉള്ളൂ കേട്ടോ. പിന്നെ 10-12 കോഴിക്കുഞ്ഞുങ്ങളുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഓടി ചാടി കളിക്കാനുള്ള ഒരു സ്ഥലമൊന്നും ഇത് കൂടിനില്ല. അപ്പം അതുകൊണ്ടാട്ടോ ഞാനിതാ ഈ കോഴിക്കുഞ്ഞുങ്ങൾ നമ്മൾ രാവിലെ തന്നെ ഇതാക്കുന്ന ഈ ഒരു കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇന്നലെയല്ല മെനഞ്ഞാന്ന് വീഡിയോ ഇട്ടതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 12 കോഴിക്കുഞ്ഞുങ്ങളാണുള്ളതെന്നല്ലേ. ഇപ്പം 3 ആളും കൂടി വന്നിട്ടുണ്ട്. അപ്പം മൊത്തം 15 കോഴിക്കുഞ്ഞുങ്ങളാട്ടുള്ളത്. ഇവനാള് പോക്കിരിയാട്ടോ. ഇവൻ എൻ്റെ കാലൊക്കെ കൊത്തി പറിക്കുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു കൂടിൻ്റെ നമ്മുടെ ഗ്രില്ലായതുകൊണ്ട് തന്നെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ കാലൊക്കെ കറക്റ്റ് ആ ഒരു ഇതിലേ നിൽക്കും കേട്ടോ. അപ്പം നമ്മൾ കാർബോർഡിൻ്റെ പെട്ടി ഇടലായിരുന്നു കേട്ടോ ഈ ഒരു കൂടിൻ്റെ ഉള്ളിൽ. അതിൻ്റെ ഒരു ഇതാട്ടോ കാണുന്നതൊക്കെ. അപ്പോൾ ഒരു വീഡിയോയിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൂടൊന്ന് ക്ലീൻ ചെയ്തുകൂടെ എന്നൊക്കെ. അപ്പോൾ നമ്മുടെ കാർബോർഡിൻ്റെ പെട്ടി നനഞ്ഞിട്ടാട്ടോ ആ ഒരു ഇതൊക്കെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പ് കൂടൊന്ന് നനഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കൂടിൻ്റെ മേൽക്കൂരൊന്ന് പ്ലാസ്റ്റിക് ഒക്കെ നന്നാക്കി ഇട്ടപ്പം. അപ്പോൾ ഇനിയിപ്പോൾ നല്ല വെയിലൊക്കെ ഉള്ള നോക്കിയിട്ട് കൂടിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന്, ഇതൊക്കെ കാണുന്ന കാർബോർഡിൻ്റെ ഒരു പെട്ടി നനഞ്ഞിട്ട് അങ്ങനെ താന്ന് നിൽക്കുന്ന കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ദിവസം നമ്മുടെ കൂടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇതൊക്കെ ഇതാക്കുന്നത് നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ട്. പിന്നെ നമ്മളെ തള്ളക്കോയിനൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ആ 5 കോഴിക്കുഞ്ഞുള്ള ആ തള്ളക്കോയി കേട്ടോ. പിന്നെ നമ്മൾ ഫസ്റ്റ് കാണിച്ച ആ ഒരു തള്ളക്കോയി ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ വേദനിപ്പിക്കും പോലെ തോന്നും കേട്ടോ, അങ്ങനെ ചെനക്കിയിട്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇവള് നന്നായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ എല്ലാ കോഴിക്കുഞ്ഞുങ്ങളെയും. അപ്പോൾ അവൾ തന്നെ ഇതിൽ നിന്നോട്ടെ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നമ്മളൊരു തള്ളക്കോയിനും കൂടി ഇതിലേക്ക് കൊണ്ടുപോയി ഇടുമ്പോൾ അവർ ചിലപ്പോൾ തമ്മിൽ കൊത്തുകൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവളെ തന്നെ കേട്ടോ അതിനകത്ത് ഇട്ടിരിക്കുന്നത്, ഈ ഒരു തള്ളക്കോയിനെ. ഇവള് മറ്റുള്ള കോഴിക്കുഞ്ഞുങ്ങളൊന്നും കൊത്തുന്നോ അങ്ങനെ ഇതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നന്നായിട്ട് തന്നെ നമ്മളെ എല്ലാ കോഴിക്കുഞ്ഞുങ്ങളെയും നല്ലതുപോലെ നോക്കുന്നുണ്ട്. ഇപ്പം എന്തായാലും ഞാനിവളെ ഒഴിവാക്കാൻ കാരണം ചെറിയൊരു പെടക്കോയി ആയതുകൊണ്ടാട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം ഓൾറെഡി ഇവിടെ ഒരു ബൾബ് ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രിയൊക്കെ കുറച്ച് ചൂടൊക്കെ ആവശ്യമാണെങ്കിൽ നമ്മൾ ബൾബ് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കോഴിക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേപോലെ ഒരു ബൾബും കൂടി ഇട്ട് കൊടുത്താൽ അവർക്ക് അത്യാവശ്യമുള്ള ചൂടൊക്കെ അവർ ആ ബൾബിൻ്റെ ചുവട്ടിൽ തന്നെ നിന്നിട്ട് കൊണ്ടോളും. അപ്പോൾ ഇത്രയും കോഴിക്കുഞ്ഞുങ്ങൾ ഉള്ളത് കൊണ്ട് ഒരു തള്ളക്കോഴിയുടെ ആ ഒരു ചൂട് മാത്രം കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഇലയൊക്കെ അരച്ചിട്ട് നന്നായിട്ട് വെള്ളം ചേർത്തിട്ടാണ് അരച്ചത്. പിന്നെ കുറച്ച് തവിടും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഇന്നലത്തെ കുറച്ച് ചോറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് മാത്രം കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ചോറൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇത് അതേപോലെയൊക്കെ മുരിങ്ങയിലയോ അല്ലെ പപ്പായയുടെ ഇലയോ അല്ലെ പപ്പായയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സിയിൽ കുറച്ച് വെള്ളം കൂട്ടി ചേർത്താൽ മതിട്ടോ. അപ്പോൾ നന്നായിട്ട് അരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇങ്ങനെ കൊടുക്കാട്ടോ നമ്മളെ കോഴികൾക്ക്. ഇത് നല്ലതാട്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഇത് നല്ലതാട്ടോ. നമ്മൾ വേറെ ഒന്നും ഇട്ടിട്ടില്ല, തീറ്റയൊന്നും ഇട്ടിട്ടില്ല. നമുക്ക് വീട്ടിൽ തവിട് ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം തവിട് മതിയാവും കേട്ടോ. പിന്നെ ഇതേപോലെ ഇലകളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് തവിട് നല്ലതാണ്. അപ്പോൾ ഒരു നേരത്തെ തീറ്റ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ കോഴികൾ നാടൻ കോഴികൾ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇല തന്നെ വെച്ച് കൊടുത്ത് ചിലപ്പോൾ കഴിക്കാൻ ചാൻസ് കുറവാണ്. അവരെപ്പോഴെങ്കിലുമൊക്കെ പുറത്തേക്ക് അയച്ചു വിടുമ്പോൾ കഴിക്കുമ്പോൾ അല്ല, നമ്മൾ കൂട്ടിൽ ഇങ്ങനെ ഇല മാത്രം വെച്ച് കൊടുക്കുമ്പോൾ അവർ കഴിക്കാൻ ചിലപ്പോൾ ഒരു മടിയൊക്കെ കാണിക്കും കേട്ടോ. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ഇവിടെയുള്ള കോഴികളൊക്കെ ഒന്നുപോലും ഇല്ലാതെ പെട്ടെന്ന് തന്നെ കഴിച്ചു തീർക്കും കേട്ടോ. പിന്നെ അതുമല്ല നല്ലതുമാണ് നമ്മളെ ഈ ഇലവർഗ്ഗങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ കോഴികൾക്ക് നല്ലതുമാണ്. പിന്നെ തീറ്റച്ചെലവും കുറയാൻ പറ്റും. പിന്നെ ഇത് ഇപ്പൊ കണ്ടല്ലോ കുറച്ച് ചോറുള്ളായിരുന്നു, പിന്നെ കുറച്ച് തവിടും പിന്നെ കുറെ നമ്മൾ മുരിങ്ങേൻ്റെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു നേരമൊക്കെ നമ്മൾ ഇലകളൊക്കെ ആക്കി ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തീറ്റച്ചെലവും കുറയ്ക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ കൊടുക്കാൻ തുടങ്ങുന്നുണ്ട് ഇതേപോലെ ഇലന്റെ ഇതൊക്കെ. അപ്പൊ നമ്മള് ആദ്യം വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ 2 മാസമായി.
അപ്പൊ അവർക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതാക്കുന്നത് 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇലയൊക്കെ മിക്സ് ആക്കിയിട്ട് ഫുഡ് കൊടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയായിട്ടുള്ളത്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ കോഴികൾക്ക് കഴിയുന്നു നമ്മുടെ മുരുകൻ്റെ പപ്പായൻ്റെ ഉൾപ്പെടുത്തി കൊടുക്കാൻ നോക്കുക. ആദ്യമായിട്ട് കോഴിനെ വളർത്തുന്നവർക്കൊക്കെ ആണെങ്കിൽ കോഴികൾ കഴിക്കുന്നില്ല എന്നിട്ട് കൊടുക്കാതിരിക്കും. അങ്ങനെയൊന്നുമില്ല, നമ്മൾ കോഴികൾക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തു നോക്കുക കേട്ടോ. അവർക്ക് അതങ്ങ് ശീലമായിക്കോളും. അപ്പൊ തീരെ കഴിക്കാത്ത കോഴികളാകുമ്പോൾ ആദ്യമായിട്ട് കഴിക്കുമ്പോൾ അവർ ചിലപ്പോൾ കഴിക്കാൻ ഒരു മടിയെ കാണിക്കും. അപ്പൊ അതൊന്നും സാരാക്കണ്ട, നമ്മൾ ഇതേപോലെ കൊടുത്തു നോക്കട്ടോ. അപ്പൊ ഇന്ന് വീഡിയോ കുറച്ച് ലെങ്ത് ആയി എന്ന് എനിക്കറിയാം. അപ്പൊ എന്തായാലും വേണ്ടില്ല, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലൂടെ അറിയിക്കട്ടോ. പിന്നെ പുതുതായിട്ട് നമ്മളെ ചാനൽ ആരും കാണുന്നത് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ